ഷെലൂലാണ് മൂപ്പരാൾ അപ്പാർട്ട്മെന്റ് വരുന്നത്. കാണുന്ന അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ അങ്ങനെ മൂപ്പരാളറിന് ഇവിടെ വന്ന് താമസിച്ചോ. ഇവിടുത്തെ ഓരോ ഫ്രെയിംസും അത്രമാത്രം അടിപൊളിയാട്ടോ. ഓരോ ബിൽഡിങ്ങും അതിന് കൊടുത്തുള്ള സ്ട്രക്ചറും ഡിസൈനും കാലത്ത് റോയൽ ഫാമിലീസിന് മാത്രം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തുറമുഖത്ത് നിന്ന് റോയൽ ഫാമിലീസിന് മാത്രം ഫോണ് അവർ കണ്ടതിനെ തട്ടി കുറച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഇൻഫിനിറ്റി നോവാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലാസ്റ്റ് നരാൽ സ്റ്റേഷനിൽ അവിടെ ലിഫ്റ്റ് അടിക്കാനൊന്നും നിന്നില്ല, നേരെ ട്രെയിനിലാണ് വന്നത്. ട്രെയിനിൽ വരുന്ന വഴിക്ക് ഒരു മലയാളിനെ പരിചയപ്പെട്ട് മൂപ്പരാള് ഒരു ഒരു വർക്കും കാര്യങ്ങളായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ താനെ സ്റ്റേഷനിൽ ഇറങ്ങി അവൾ പിന്നെയും കണ്ടുമുട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുംബൈയിലേക്ക് പോയി, CSMTയിലേക്ക്. പക്ഷെ അവിടെ ഏകദേശം എത്താൻ എനിക്ക് ഒരു വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനങ്ങനെ അവിടെ എത്തി. ഫസ്റ്റ് ഞാൻ റൂമിന് അന്വേഷിച്ചായിരുന്നു. റൂമല്ല, ടെന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പെട്രോൾ പമ്പ് അന്വേഷിച്ച് ഒരു പെട്രോൾ പമ്പ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് അതും പറ്റൂല പറഞ്ഞ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ കിടക്കാൻ നോക്കി. അതും ഞാൻ അവരോട് ചോദിച്ചപ്പോൾ സമ്മതിക്കത്തില്ല പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ആ ടൈമിൽ മലയാളി ഞാൻ പറഞ്ഞില്ല, അവർക്ക് നമ്പറും കാര്യങ്ങളും കൊടുത്തിരുന്നു. പിന്നെ ഇങ്ങനെ മെസ്സേജ് അയച്ച് എന്താ അവസ്ഥ, റൂം കിട്ടിയോ, കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ ഇങ്ങനെ തെരഞ്ഞോണ്ട് എടുക്കാൻ ഓരോ ഈ തപ്പി നടക്കണ്ട. ഷെലൂലാണ് മൂപ്പരാൾ അപ്പാർട്ട്മെന്റ് വരുന്നത്. കാണുന്ന അപ്പാർട്ട്മെന്റ് ആണ്. അപ്പോ അങ്ങനെ മൂപ്പരാൾ ഇവിടെ വന്ന് താമസിച്ചോ, എന്നിട്ട് രാവിലെ പോയിക്കോ. ബാഗിൽ അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് അഥവാ വല്ലാണ്ട് ദൂരത്തൊന്നല്ല, ഞാൻ അവിടുന്ന് പിന്നും ഇങ്ങോട്ട് തന്നെ വന്നണേ. അവിടുന്ന് പിന്നും അഥവാ ഈ കാണുന്നതാണ് മാത്തേര, കാണുന്ന മാത്തേര, ഈ കാണുന്ന ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോയില്ലേ, കുറച്ച് ഫോർട്ട് ആ ഭാഗം, ആ കാണുന്ന മലയാണ് ആ കാണുന്നതാ. നിങ്ങൾക്ക് ഇവിടുന്ന് റെഡിക്ക് ക്ലിയർ ആയിട്ട് വാട്ടർഫോൾസ് ഒന്നും കിട്ടുമോന്ന് അറിയില്ല. ആ കാണുന്നതാണ് ഭാഗം. ഏകദേശം ഒരു നെരാൾ സ്റ്റേഷനിൽ ഒരു 3-4 സ്റ്റേഷൻ അങ്ങോട്ട് വന്നിട്ടുണ്ടാവുള്ളൂ, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ ടൈം 12:30 അങ്ങോട്ടേക്ക് ഇനിയിപ്പോ ട്രെയിനിൽ കയറി എത്തണമെന്നുണ്ടെങ്കിലും 1 മണിക്കൂർ 1.5 മണിക്കൂർ ചിലപ്പോൾ എടുക്കാൻ മതി. അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഇറങ്ങട്ടെ. മുംബൈ കവർ ചെയ്യണം. മുംബൈയിലെ കാഴ്ചകളൊക്കെ ഞാൻ കൊണ്ടുവരാം. അധികം കൊണ്ടുവരാൻ പറ്റുമോ അറിയില്ല. ചിലപ്പോൾ ഞാൻ നാളെ നാസിക്ക് പോകാൻ മതി, ഒരു വൈകുന്നേരം ഒരു ടൈമില്. ചിലപ്പോൾ നാളെയും കൂടി സ്റ്റേ ചെയ്യും. മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേന്റെ ഒരു കാര്യത്തിനാണ് പണി കിട്ടുന്നത്. കർണാടകയിലൊന്നും കുഴപ്പമില്ലേന്, പക്ഷെ ഈ ഭാഗത്ത് മഹാരാഷ്ട്രയിൽ എവിടെ ആണെങ്കിലും സ്റ്റേന്റെ ഒരു ഇതിൽ നല്ലോണം ആലോചിക്കേണ്ട അവസ്ഥ വന്ന്. എന്തായാലും ഭാഗ്യത്തിന് എനിക്ക് ഇവിടെ താമസിക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യം കിട്ടുകൊണ്ട് ചാർജ് ചെയ്യാനും എല്ലാത്തിനും ഉപകാരമായി. നമ്മൾ ചായ പിടിച്ച് ഇനിയിപ്പോൾ ഇറങ്ങാൻ നിൽക്കുക. ബാക്കി കാഴ്ചകളൊക്കെ ഇറങ്ങിയിട്ട് കാണിച്ചില്ല. ഞാനങ്ങനെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിട്ടോ. കാണുന്ന ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ നിന്ന അപ്പാർട്ട്മെന്റ്. ഏകദേശം ടൈം കുറച്ച് നേരം വൈകിപ്പോയി. ഇന്നലെ എത്താൻ ഇവിടെ നേരം വൈകി. ഇന്നലെ നൈറ്റാണ് ഏകദേശം ട്രെയിൻ കയറിയതുകൊണ്ടും എത്താൻ നേരം വൈകിയതുകൊണ്ടും ഇറങ്ങാൻ നേരം വൈകി. എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് പോവാ. 12:45 അവിടെ 2 മണിയാകുമ്പോഴത്തേനും എത്തുമെന്ന് വിചാരിക്കാം. എന്തായാലും നമുക്ക് പോവാം. ആളുകൾ ഇപ്പൊ തിരക്ക് കുറവാട്ടോ. വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാവും. കാരണം ഞാൻ ഇന്നലെ ഇവിടെ വൈകുന്നേരം വന്നേ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കേന്. ഇവിടെ മലയാളീസ് ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ഉള്ളിൽ കയറി കാണിച്ചു തരാം. ഇത് പുറത്തുനിന്നുള്ള കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നേ. ഇത് കാണുന്നുണ്ടോ, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ചില സ്ഥലത്ത് ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിന്റെ വർക്കല്ല, ഒന്നുകൂടെ പെയിന്റിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും. പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചുള്ള ചെറിയ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് ഏകദേശം
എയ്റ്റീസുകളിലാണ് ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയാകാൻ ഏകദേശം 10 വർഷം എടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് ഇത് ഏകദേശം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ് കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷന്. ഇന്ന് ആദ്യം വിക്ടോറിയ എന്നുള്ള പേരിൽ അറിയപ്പെട്ട് പിന്നെ ഇപ്പൊ അറിയുന്ന പേര് അറിയുന്നത് CSMT എന്നാണ് അറിയുന്നത്. എന്തായാലും ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിന്റെ അടുത്തോട്ട് വന്നാട്ടോ. നല്ല ഫ്രെയിം ഇവിടെ ബോംബെയിൽ എവിടെ പോയാലും നല്ല ഫ്രെയിം കിട്ടുട്ടോ. ഞാൻ കാണിച്ച ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷന്. ഇവിടുന്ന് നമുക്ക് നേരെ മെല്ലെ ഗേറ്റ് ഓഫ് ഇന്ത്യ ആ ഭാഗത്തോട്ട് നടക്കാം. ഒക്കെ നടന്നാട്ടോ കാണുന്നേ. കാരണം നടന്ന് കാണുമ്പോൾ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടുത്തെ കൾച്ചർ ആണെങ്കിലും ഇവിടുത്തെ ബിൽഡിംഗ് സ്ട്രക്ചർ ആണെങ്കിലും ഒരുപാട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. എന്തായാലും ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത ഇവിടെ ഓട്ടോറിക്ഷയ്ക്ക് പകരം വാൻ ടാക്സികളൊക്കെ കാണാട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ബസ്സാണ് പോണേ. അഥവാ അങ്ങനത്തെ കുറെ ഇവിടെ പ്രൈവറ്റ് ബസ്സുകളില്ല, ഫുള്ള് ലോക്കൽ ബസ്സാണ്. പക്ഷെ അതന്നെ ഭംഗിയുണ്ട് കാണാന്. ഇവിടുത്തെ ഓരോ ഫ്രെയിംസും അത്രമാത്രം അടിപൊളിയാട്ടോ. ഓരോ ബിൽഡിങ്ങും അതിന് കൊടുത്തുള്ള സ്ട്രക്ചറും ഡിസൈനും. ഞാൻ ഏകദേശം സിറ്റികളിൽ അധികം അങ്ങനെ നടക്കാൻ താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ പൂനെ, കോലാപൂർ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നിട്ടുണ്ട്. ജസ്റ്റ് പെട്ടെന്ന് നടന്ന് കാലിയാക്കുന്നേ ഉള്ളൂ, കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യലില്ല. പക്ഷെ ബോംബെയിൽ വന്നിട്ട് നടക്കാൻ മാത്രം അത്രമാത്രം അടിപൊളി. കാരണം ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങും സ്ട്രക്ചറും സ്റ്റൈലൊക്കെ ഏകദേശം യൂറോപ്പ് സ്റ്റൈൽ ആ രീതിക്കൊക്കെ വരുന്നത്. ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കില്ല. ഏകദേശം നിങ്ങൾ തന്നെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചോളി. ഞാൻ ഏകദേശം ഒരു കരിമ്പ് ജ്യൂസ് പീടിയൻ്റെ അവിടോട്ട് കയറി. നമ്മൾ എന്തായാലും ഒരു കരിമ്പ് ട്രൈ ചെയ്യാം. ഫുള്ളിന് 20 പയ്യല്ല ഇവിടെ. अरे भैया जी, भैया एक फुल. ഷോപ്പ് നീറ്റ്, ഇവിടെ ഷോപ്പ് നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റ് ഉണ്ട്. വേസ്റ്റ് ഇതാക്കാനായിട്ടുള്ള ഒരു ഇതുണ്ട്. വേസ്റ്റ് ഒക്കെ വരുന്ന ചെയ്യാനായിട്ടുള്ള ഒരു ഡപ്പ പോലത്തെ ഒരു സാധനം ഉണ്ട്. അത്യാവശ്യം വൃത്തിക്കാണ് ഒരു സെർവ് ചെയ്യുന്നത്. മുംബൈയിൽ ഏതോ സ്പൈഡർമാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് ചലന്തി വില പോലെ ഉണ്ട് കാണാന്. കരണ്ട് കമ്പിന്റെ ലൈനോ അങ്ങനെ എന്തോ ആണ്, പക്ഷെ കാണാൻ എങ്ങനെ കിട്ടല്ലേ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ കാണുന്നത്. നമ്മൾ ഏകദേശം ഗേറ്റ് വേന്റെ അവിടെ എത്തിയിട്ടുണ്ട്. താങ്ക് യു. കാണുന്ന കേട്ടോ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. കൂട്ടത്തില് 2 മലയാളി ചെക്കന്മാരെ പരിചയപ്പെട്ട്. ഈ കാണുന്ന ഗേറ്റ് വേയും കാണുന്ന താജ് ഹോട്ടലും. ഈ കാണുന്ന ഏകദേശം ബ്രിട്ടീഷുകാരുടെ കാലത്ത് റോയൽ ഫാമിലീസിന് മാത്രം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തുറമുഖത്ത് നിന്ന് റോയൽ ഫാമിലീസിന് മാത്രം എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കവാടാണ് ഈ കാണുന്നത്. 90s ഇത് ഏകദേശം
പണി കഴിപ്പിച്ചത്. പക്ഷെ ഇതിനേറെ പഴക്കുണ്ട് ഈ കാണുന്നത്. ഇതാണ് ആദ്യം, ഇതും 90s തുടക്കത്തിലാണ്, 90കളിലെ തുടക്കത്തിലാണ് ഇത് പണിതത്. അതിൻ്റെ ശേഷമാണ് ഈ കാണുന്നത് പണിതത്. അങ്ങനെ ഫോട്ടോയിലും വീഡിയോയിലും റീൽസിലൊക്കെ കണ്ട ആ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഞാൻ എന്തായാലും കണ്ടേന്. ഏകദേശം സമയം കുറവാണ്. ചിലപ്പോൾ ഞാൻ ഇന്ന് ഏകദേശം ഫുള്ളായിട്ട് മൊത്തത്തിൽ കവർ ചെയ്തിട്ട് നാളെ മെല്ലെ നാസിക്കിലേക്ക് ലിഫ്റ്റ് അടിക്കും. ഇത് ഏകദേശം ഞാൻ കണ്ടേന്. ഇവിടെ ഒരു 10-15 മിനിറ്റ് നിന്നിട്ടുള്ളൂ. ഫുൾ ഓവർ ക്രൗഡാണ്. പക്ഷെ ഇതിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോവാം. ഈ കാണുന്നൊക്കെ അടുത്തടുത്ത് ഹോട്ടൽ തന്നെ കേട്ടോ. ഒരു ഇസ്ലാമിക് സ്റ്റൈലിലൊക്കെയാണ് പണിത് വെച്ചേക്കുന്നത്. ആ കാണുന്ന അവിടുന്ന് അങ്ങനെ ചുറ്റി വരണം. ഇത് കൂടെ വഴിയില്ല. കുറച്ചു ദൂരം ടാക്സിയിലെ വന്നേ. ഈ കാണുന്നതാണ് മറൈൻ ഡ്രൈവ്. ഇവിടുത്തെ ലോക്കൽസ് ആളുകളൊക്കെ കൂടുതലും വന്ന് ചില്ല് ചെയ്യുന്ന സ്പോട്ടാണിത്. കൂടുതലും നൈറ്റ് ആളുകൾ കൂടുതലും ഉണ്ടാവും ഇവിടെ. ഏകദേശം ജോബും കാര്യങ്ങളൊക്കെ സ്ട്രെസ്സിന്ന് ഒന്ന് ഫ്രീ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തോട്ട് ഒരുപാട് ആളുകൾ വരും. ഇതൊരുപാട് നീണ്ട് നിവർന്നെടുക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലും ഒരുപാട് നീണ്ട് നിവർന്നെടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ കല്ലിന്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ ഉണ്ടാക്കിയിട്ടത്, ഒരു സ്റ്റാറിന്റെ രൂപത്തില്. ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിട്ടോ. ഇവിടെ ഒരു 10 മിനിറ്റ് ആയി കുത്തിരിക്കുന്നത്. അതിന്റെ കയ്യിൽ പോകണ്ടേന് വിൽക്കാൻ, അടുത്ത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയതാ. ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിക്ക് കപ്പിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഈ പെണ്ണുങ്ങളൊക്കെ വളയ്ക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. നേരത്തെ ഒരാളെ പരിചയപ്പെട്ട്, കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇങ്ങനെ ഗേൾസിനോട് ഫ്ലേറ്റ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇതിനായിട്ട് നടക്കുന്നവര്. ഇവിടുത്തെ പരമാവധി ഇവിടുത്തെ ലോക്കൽസ് തന്നെ ഇവിടെ വന്ന് ചില്ല് ചെയ്യുന്നതാണ് കൂടുതലും. നമ്മളിപ്പോ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടോ വന്നേ. എന്റെ കൂടെ ഉള്ളവരില്ലേ, ഒരിന്ന് മാത്തേരെ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പൊ ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോ വേറെ എങ്ങോട്ടും നടന്ന് കാണാനല്ലോ ഒരു ഇതില്ല, ത്രാണില്ല അവർക്ക്. അപ്പൊ നമ്മളെന്തായാലും ട്രെയിനിൽ മെല്ലെ കയറാൻ പോവാ. നമ്മള് മാഹിം സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. ഒരു സൺസെറ്റ് പിടിക്കാൻ പോണ വഴിയാട്ടത്. എവിടാന്ന് റെഡിക്കാറിനൂടെ. ഞാൻ ബത്തേരി പോയിന്റ് ഇറങ്ങിയ സ്ഥലമുണ്ട്, അവിടെ പോവാ വിചാരിച്ചു. പക്ഷെ നമ്മള് മാഹിം സ്റ്റേഷൻ ഇറങ്ങിന്റെ നമ്മളിപ്പോ നടക്കുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ധാരാവി പറഞ്ഞ സ്ഥലം വരുന്നത്. ഈ ധാരാവി എന്ന് കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് ഇല്ലേ, ആ ധാരാവി. സോ നമ്മളിപ്പോ സൺസെറ്റ് അടിക്കാൻ പോവാ. നമ്മൾ ഏകദേശം ഏതെങ്കിലും ആദ്യം ആ സ്ഥലത്താ പോയത്, ആ ഭാഗത്തേക്ക്. പക്ഷെ അവിടുന്ന് അലോഡല്ല പറഞ്ഞ് നേരെ നടന്ന് ഇങ്ങോട്ടെത്തി. ഈ കാണുന്ന വലിയൊരു ബ്രിഡ്ജാട്ടോ. ഇത് ഇവിടെ നല്ല തുടങ്ങുന്നേ. ഇത് വേറൊരു സ്ഥലത്ത് തുടങ്ങിയിട്ട് അതിന്റെ ബാക്കി ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം വലിയൊരു ബ്രിഡ്ജ് തന്നെയാണ്. എന്നാലും ഇവിടുത്തെ സൺസെറ്റ് കണ്ടിട്ട് നേരെ നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. ഞാൻ ഇത് മുമ്പ് ഏകദേശം എല്ലാ സ്ഥലം ഞാൻ കണ്ടു തീർക്കും. എന്നിട്ട് നാളെ എന്തായാലും ഞാൻ ഹരിയർ ഫോർട്ട് പിടിക്കാനുള്ള പ്ലാനാ. നല്ല ലിഫ്റ്റ് അടിച്ചിട്ട് നോക്കുമ്പോൾ ഏകദേശം സൺസെറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ നേരെ ധാരാവിയിലേക്ക് പോവാണ്. സ്ലം ഏരിയയിലേക്ക് പോയാൽ റെഡി ആവുമെന്ന് അറിയില്ല. പക്ഷേ നേരെ സ്ലമ്മിലേക്ക് പോവാം, കുറച്ച് കാഴ്ചകളെ കാണാം. അതാണ് നല്ല ത്രില്ല്. എവിടെ എത്താന്നറിയില്ല, അതാണ് ത്രില്ല്. ചെറിയ 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 സ്ഥലം, നല്ല ഇടുങ്ങിയ സ്ഥലം. 2-3 ആൾക്ക് നടക്കാം. ഹലോ, അടി 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 അടി.
वीडियो पर साथ है यार। वीडियो पर साथ चल रहा होगा ब्लॉगर, इसलिए भी होगा। अच्छा अच्छा, ഞാൻ കൊടുത്ത വൈകുന്നേരം പോലെ बहुत अच्छा बढ़िया। अच्छा हाँ ना ഫുള്ള് പച്ചക്കറികളാട്ടോ. പച്ചക്കറികള്, ചിക്കന്, ഫുള്ള് റഷ് ഏരിയ ആണ്. ഇതാ കാണാം. ഏകദേശം ധാരാവിയില് ബിസി സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. നമ്മളിപ്പോ അല്ലേ ഗ്രാൻഡ് റോഡിലാണ്. നമ്മൾ അവിടുന്ന് ഏകദേശം ധാരാവിന്ന് ഒരുപാട് ശരി പ്രദേശങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഗ്രാൻഡ് റോഡിലേക്ക് എത്തി. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മെല്ലെ കാമാത്തിപുരം പോവാ. എന്തായാലും നല്ല ക്ഷീണമുണ്ട്, കാരണം ഇന്നലെ അധികം ഉറങ്ങിയിട്ടില്ല. നമുക്ക് 12 ലാസ്റ്റ് ഷെഡ്യൂളിലേക്ക് പോകണ ട്രെയിനിങ് ഉള്ളത്. ഇവരിവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. അപ്പൊ എന്തായാലും ഇവിടെ അധികം ഷോപ്പുകളുണ്ട്, ഒരുപാട് ഷോപ്പുകളുണ്ട്. ഫോണ്, ഗാഡ്ജറ്റ്, വാച്ചസ്, ഡ്രസ്സുകള് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഫുഡൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. ഞാൻ ചിലപ്പം കൂടുതൽ സംസാര കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം. കാരണം ഫോണ് അവർ കണ്ടുകഴിഞ്ഞാൽ തട്ടി കുറച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് കാഴ്ചകൾ മാത്രം കാണാം. गंगू भाई के पास आलिया भट्ट का वो बिल्डिंग में सब लड़के लोग खड़े रहते हैं, वही एरिया है। जस्ट वॉकिंग, जस्ट सी नेक्स्ट टाइम कमिंग। जाना नहीं तो लुटाने का मन है तो जाना, चल जाना, दिन भर चल जाना। अगर लुटने का मन है तो चल जाना, नहीं लुटने का मन है तो बहुत लड़के लोग हैं बाहर, लड़के लोग को बाहर चल जाना, कलर लोग पकाने का पूरा लूट है। जानते क्या बोले तो लड़के के जान दो पूरा पैसा लूटने के बाद बुढ़ी लोग को दे देंगे। ഞാനങ്ങനെ ഒക്കെ കഴിഞ്ഞ് റെഡ് ഷീറ്റും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് ഇപ്പൊ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ലിഫ്റ്റിലാണ്. നേരതാ ഏറ്റവും മുകളിലാട്ടോ നമ്മളെ ലിഫ്റ്റ്, നമ്മളെ അപ്പാർട്ട്മെന്റ് വരുന്നത്, നമ്മളെ റൂം വരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നിവിടെ വീഡിയോ അതിൻ്റെ പേരാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട്